പരാശക്തിയുടെ പരമഭക്തിയായ ഈ ബാലിക എനിക്കെന്റെ പുത്രി തുല്യയാണ്. സ്നേഹനിധിയായ അമ്മ മകളെ മാറോട് ചേർക്കുന്നത് പോലെ ഇവൾ എൻ്റെ മടിത്തട്ടിൽ എന്നും ഉണ്ടാവണം. ഈ കുഞ്ഞിൻ്റെ അമ്മയായ ഞാനാണ് അവളുടെ സംരക്ഷക. അതുകൊണ്ട് അങ്ങ് ദയവായി പിന്മാറുക. ദേവി, അമ്മേ, അവിടുന്ന് ഇനിയും എന്നെ പരീക്ഷിക്കരുത്. എന്റെ ധർമ്മമാണിതെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. അറിയാം യമദേവ, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് പ്രപഞ്ചമാതാവിൻ്റെ പ്രിയപ്പെട്ടവളായി തീർന്നവളാണ് ഈ കുഞ്ഞ്. ഈ കുഞ്ഞിനെ ഞാൻ മറ്റാർക്കും വിട്ടുതരില്ല. അമ്മേ, ഇനിയും എന്നെ പരീക്ഷിക്കരുതേ. ഇത് പരീക്ഷണമല്ല യമദേവൻ. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള വാത്സല്യമാണ്, സ്നേഹമാണ്. ആ സ്നേഹത്തിന് മുന്നിൽ മറ്റാർക്കും ഇവളെ വിട്ടുകൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. സകല ചരാചരങ്ങൾക്കും മാതാവായ മഹാമായെ, പരമഭക്തയായ ഈ ബാലികയോടുള്ള അവിടുത്തെ സ്നേഹവും വാത്സല്യവും പൂർണ്ണമായും നാം മനസ്സിലാക്കുന്നു. എങ്കിലും പണ്ട് നചികേതസിനോട് പറഞ്ഞ മറുപടി അവിടുത്തോടും വിനയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ആത്മാവ് അക്ഷയമായുള്ളപ്പോൾ ശിഥിലമാകുന്ന ദേഹത്തെ ഓർത്ത് അവിടുന്ന് എന്തിനു വ്യാകുലപ്പെടുന്നു? അവിടുത്തെ ശക്തിയിൽ പ്രിയപ്പെട്ട ഭക്തയുടെ ആത്മാവ് ലയിക്കുന്നതല്ലേ കൂടുതൽ അഭികാമ്യം? ധർമ്മദേവനായ അങ്ങയുടെ ചോദ്യം ശരി തന്നെ. എന്നിരുന്നാലും എൻ്റെ ഈ പ്രിയപ്പെട്ട ഭക്തയുടെ ആത്മാവ് അവളുടെ ശരീരത്തിൽ കുറച്ചു നാൾ കൂടി കുടികൊള്ളണമെന്നാണ് എൻ്റെ ഇംഗിതം. നിഷ്കാമ കർമ്മത്തിൻ്റെയും അചഞ്ചലമായ ഭക്തിയുടെയും പ്രതീകമാണവൾ. മനുഷ്യകുലത്തിന് നന്മയുടെയും ഭക്തിയുടെയും സന്ദേശമോതി അവൾ ഭൂമിയിലെ വാസം തുടരട്ടെ. അതുകൊണ്ട് അങ്ങ് ദയവായി ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറുക.